ചേട്ടാ, ഈ മണി ആരാ? മണിയോ? അതാ ആ പച്ചഷർട്ട് ഇട്ടേക്കണ്ടേ, അത് തന്നെ. മണി ഏ? നീയാണോ മണി? ഞാനല്ല. അതാ ഒരു മൊട്ട അടിച്ച് ഒരുത്തനെ കണ്ടില്ലേ, അവനാ മണി. മണി നീയാണോ മണി? എടാ, ചെന്നൈന്ന് വന്നവനെ ഇവിടെയുള്ള 16 പേരിൽ ഒരുത്തനാണ് മണി. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നിന്റെ ജീവൻ എടുക്കുമല്ലോടാ. ഈ കൂട്ടത്തിൽ മണി ആരാണെങ്കിലും അവൻ നേരിട്ട് വന്ന അവനെ മാത്രമേ ഞാൻ അടിക്കൂ. ഇല്ലെങ്കിൽ ഇവിടെയുള്ള 16 പേരെ ഞാൻ അടിക്കും. എന്താ കുറെ നേരമല്ലോ നീ ഇവിടെ ഒന്ന് വെല്ലുവിളിക്കുന്നത്? മണി പറയടാ, പറയടാ, ആരാ മണി? പറയാനാ പറഞ്ഞേ. അവനാ മണി. ആ പയ്യനെ എന്തിനാ കൊല്ലാൻ പറഞ്ഞേ? എനിക്കറിയില്ല. വിക്രം നഗറിന്നൊരു മോഹൻ എന്നെ ജോലി ഏൽപ്പിച്ചത്. എൻ്റെ അക്കൗണ്ടിലോട്ട് 4 ലക്ഷം രൂപ ഇട്ടിട്ട് 2 ലക്ഷം എന്നോട് തൊളാൻ പറഞ്ഞു. ജോലി വേറൊക്കെ പാസും ചെയ്ത് ഞാൻ പാസ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. വേറെ ഒന്നിനും ഞാൻ ഇടപെട്ടിട്ടില്ല. എന്നെ ഒന്നും ചെയ്യരുത്. നിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പറയണം. എന്താടാ വിളിച്ചേ? നീ ഇപ്പൊ എവിടെയാ? ഇവിടെ ആരൊക്കെയോ പണം കൈമാറിയിട്ടുണ്ട്. ജോസഫ് മണിയെ പറയുന്നു, മണി മോഹൻ എന്നൊരുത്തനെ പറയുന്നു. ഇവരെല്ലാവർക്കും ജോലി ഏൽപ്പിച്ചവരെ മാത്രമേ അറിയൂ, വേറൊന്നും അറിയില്ല. ഈ ഫോട്ടോയിലുള്ളവൻ ഓരോ ലിങ്ക് പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ജോസഫാണ് എന്നിപ്പോ അവന് കാണിച്ചു കൊടുത്തത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മോഹൻ. അവൻ നിന്നെയും തേടി വരൂടാ. അവന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ നിന്ന്
എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് ഒന്ന് ഡീറ്റെയിൽസ് നോക്കി പറയാം. ഈ ഫോട്ടോയിലുള്ളവൻ ഓരോ ലിങ്ക് പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ജോസഫാണ് എന്നെപ്പോ അവന് കാണിച്ചു കൊടുത്തത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മോഹൻ. അവൻ നിന്നെ തേടി വരൂടാ. സാർ, ഓരോരോ ലിങ്ക് പിടിച്ച് ഒരുത്തം വന്നോണ്ടിരിക്കുക. ആ പെണ്ണ് ചാവുമ്പോ അവളുടെ ചേട്ടൻ അന്വേഷിച്ചു വരുന്നു പറഞ്ഞില്ലേ? അവനാ ഇവൻ. രവിക്ക് ഫോൺ ചെയ്യും. അൻവർ. രവി, സാറേ, ആ പയ്യനിപ്പോ എവിടെയുള്ളത്? വിരുദനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. താങ്ക് യു സർ, താങ്ക് യു. സിസ്റ്റർ, വിരുദനഗർ മോഹൻ എന്ന ആൾക്ക് സേലത്ത് നിന്ന് അൻപ് എന്ന് പറയുന്ന ആള് 6 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷനാ. അൻപിനോട് ചോദിച്ച ആരുടെ പേര് പറയും? ആത്തൂർ സെന്തിൽ എന്ന് പറയും. മൈഥിലി, സെന്തിലിന് കൊണ്ടുപോയി പണം കൊടുത്തത് പെരുന്തുറയിലുള്ള മണിയാ. മണിയോട് ചോദിച്ച ആരുടെ പേര് പറയും? നാമക്കൽ ശിവത്തെ പറയും. എന്താടാ? നാമക്കൽ ശിവ. ആ ശരി. മൈഥിലി, നാമക്കൽ ശിവത്തിന് സേലത്തും ദേവിഡ് എന്ന് പറഞ്ഞ ഒരാൾ പൈസ ഇട്ടിട്ടുണ്ട്. രവി ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക സാർ. രവി, ഈ ചെയിൻ ചുറ്റിക്കറങ്ങി അവസാനം ആരുടെ അടുത്ത് വന്ന് നിൽക്കും? ഗോമതിയുടെ അടുത്താ. അപ്പൊ ഗോമതിയോട് ചോദിച്ചാ? എന്റെ പേരാ പറയാ. നിന്നെ എനിക്ക് പരിപൂർണ വിശ്വാസമാണ്. നിന്നെ മറികടന്ന് അവൻ എൻ്റെ അടുത്ത് വരില്ല. പറയും മേതിലി. അന്ന് രവി എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് മുഴുവൻ പണം ഡെപ്പോസിറ്റ് ആയത്. അതിന് അരമണിക്കൂർ കൊണ്ട് എല്ലാ പണവും വിഡ്രോ ആയി. രവിനെ കണ്ട എല്ലാത്തിനുള്ള ഉത്തരം കിട്ടും. നീ പെട്ടെന്ന് ചെന്നൈയിലേക്ക് വാ. ഞാൻ വരിക. അവന്റെ അടുത്ത ടാർഗറ്റ് രവിയാ. അവൻ കാരണം രവിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. രവിയെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, കേട്ടല്ലോ? ഓക്കെ സാർ. മുത്തശ്ശി, ഇവിടെ രവിയുടെ വീട് എവിടെ? രവിയുടെ വീടാ ദേ ആ കാണുന്നതാ, കണ്ടോ? ചേട്ടാ, ഇവിടെ രവിയുടെ വീട്. രണ്ടാമത്തെ വീടാ. ഇതെങ്ങനെ പറ്റിയ? വഴുതി വീണ് തലയുടെ പുറകുവശം അടിച്ച മരിച്ചത്. അവനെയും തീർത്തു. ബാപ്പു, അല്ല മച്ചാ, എന്തിനാ അതൊക്കെ? എന്താ ആലോചിക്കുന്നേ?
രവി ചത്തതാണോ? രവി ചത്തതല്ല, അവനെ കൊന്നതാ. മനസ്സിലായില്ല. നമ്മൾ ഒരുത്തിനെ അന്വേഷിച്ച് പോകുന്നതിന് മുമ്പ് അവൻ മരിക്കണമെങ്കിൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? നമ്മൾ ഓരോരുത്തരെയായി തേടി പോകുന്നത് ആർക്കും ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. നീ ഒന്നും മനസ്സിലാകുന്ന പക്ഷെ പറ. ഏതോ ഒരുത്തൻ എന്തിലോ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഇവന് പൈസ കൊടുത്ത് നമ്മുടെ ഫൈസലിനെ കൊല്ലാൻ പറയുന്നു. ആ ജോലി ഇവനെ ഏൽപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഇവൻ, പിന്നെ ഇവൻ, അത് കഴിഞ്ഞ് ഇവൻ, അവസാനം ആ ജോലി ഇവൻ ചെയ്യുന്നു. ജോസഫ്, ഇവൻ ഒരുപക്ഷെ പിടിക്കപ്പെട്ടാൽ ഇവനെ കാണിച്ചു കൊടുക്കുന്നു, ഇവനെ കാണിച്ചു കൊടുക്കുന്നു, ഇവനെയും കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇവൻ അവനെ കാണിച്ചു കൊടുക്കുന്നതിന് മുന്നേ അവൻ ഇവനെ കൊല്ലുന്നു. രവി? രവിക്ക് മാത്രമേ അറിയൂ അവൻ ആരെന്ന്. രവിയെ നമ്മൾ എങ്ങനെയെങ്കിലും ഇന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും പിടിക്കപ്പെടുമായിരുന്നു. ഇത്ര റിസ്ക് എടുത്ത ഒരു ഫൈസലിനെ കൊന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇതിന്റെ പിന്നിൽ ഏതോ ഒരു വമ്പന്റെ കൈയുണ്ട്. അവൻ ആരായിരുന്നാലും ശരി, എവിടെയായിരുന്നാലും ശരി, എത്ര വലിയ ആളായിരുന്നാലും ശരി, അവനെ കണ്ടുപിടിക്കാതെ ഞാൻ വിശ്രമിക്കില്ല.